മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ ലേഖനത്തിൻ്റെ അവസാന ഭാഗം നോക്കാം. യാക്കോബിൻ ലേഖനം അവസാന ഭാഗത്ത് 17-ാം വാക്യം, 5-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തൊട്ട് മുൻപ് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഉദാഹരിക്കുന്നത് മാത്രം. ഉദാഹരണമായി ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നാം ഒരു നീതിമാനായി നിന്നിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. നീതിമാനായി നിൽക്കുക. യോബ് ചോദിക്കും, മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ നീതിമാനാകും? പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ നിർമ്മലനായി തീരുമോ? നീതിമാനാകുമോ? യോബ് ചോദിക്കുന്നുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, മനുഷ്യൻ സ്വതേ പാപിയാണ്, ജന്മനാ പാപിയാണ്, ആരും നീതിമാനില്ല. അതാണല്ലോ നമുക്കറിയാമല്ലോ വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നില്ല ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപികളാണ്. നാം പക്ഷേ നീതിമാനായി തീർന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുകയില്ല. മേലുള്ള യെരൂശലേം വാതിലുകൾക്കുള്ളിൽ നിൻ സന്നിധിയിൽ ഈ പ്രാർത്ഥന അണയണമെങ്കിൽ നാം നീതിമാനായി നിൽക്കണം. യെരൂശലേം വാതിലുകൾക്കുള്ളിൽ നിൻ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന ചെല്ലണം, നിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ പ്രാർത്ഥന ഉയരണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന സ്വർഗീയ സിയോൻപുരിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിലേക്ക് ഈ പ്രാർത്ഥന ചെല്ലുന്നില്ല. നാം ഈ നിൽക്കുന്നതിൻ്റെ മുകളിലേക്ക് പ്രാർത്ഥന ഉയരുന്നില്ല. നമ്മുടെ ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൻ്റെ മുകളിലേക്ക് ഈ പ്രാർത്ഥന ഉയരുന്നില്ല. കാരണം നമ്മുടെ നിലവാരം പാവത്തിൻ്റെ നിലവാരമാണ്. നാം പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? മഹാപരിശുദ്ധനായ ദൈവത്തോട്. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ചെല്ലണമെങ്കിൽ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരിക്കണം. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. കാരണം അകൃത്യം മാറ്റി. നീതിമാനായതുകൊണ്ടല്ല. മേലിൽ എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല, വന്നു പോയല്ലോ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദാവീദ് അനുതപിച്ച് പാവം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മേലിൽ പാവം ചെയ്യുകയില്ലെന്ന് കർത്താവിനോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദാവീദ് വേറൊരിടത്ത് പറയും, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളെ സമ്മതിക്കുകയില്ല. നീതിമാനായിരിക്കണം, അല്ലെങ്കിൽ കുലുക്കം വരും. പ്രതിസന്ധികൾ വരുമ്പോൾ കുലുക്കം വരും. ഞാനൊരു നീതിമാനായി തീർന്നാൽ മാത്രമേ ഞാൻ ആടി ഒലയാതെ നിൽക്കുകയുള്ളൂ. നീതിമാനല്ലെങ്കിൽ ആടി ഒലഞ്ഞ് വീണ് താണു പോകും, സംശയമില്ല. അതുകൊണ്ട് നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അത്രയും നല്ല വാഗ്ദത്തമാണ്. പക്ഷേ ഒരു വ്യവസ്ഥ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഞാനൊരു നീതിമാനായി നിൽക്കണം. നിങ്ങൾ നീതിമാന്മാരായി നിൽക്കണം. എങ്ങനെ നീതി കിട്ടും? നീതി കിട്ടുന്നത് എങ്ങനെയാണ്? റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. ഒരു വ്യത്യാസവുമില്ല. ധനികനെന്നോ ദരിദ്രനോ വ്യത്യാസമില്ല, വൃദ്ധനെന്നോ ശിശുവെന്നോ വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ, നിത്യനായ ദൈവത്തിന്റെ കൃപയാൽ, ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നീതിമാനാകാം, സൗജന്യമായി നീതിമാനാകാം. അവൻ്റെ കൃപയാൽ, പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം,
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നേടിത്തുന്ന വീണ്ടെടുപ്പ് മൂലം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നേടിത്തുന്ന രക്ഷ മൂലം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ തിരക്തത്തിൽ നേടിത്തുന്ന നിത്യജീവൻ മൂലം, അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഈ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുന്നത്? നാം എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക. അതാണ്, വേറൊന്നും ചെയ്യണ്ട. യേശു ക്രിസ്തു എൻ്റെ പാപം വഹിച്ച് കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് ശിക്ഷ കുരിശിൽ വഹിച്ചു എന്ന് വിശ്വസിക്കുക. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി അവിടുന്ന് മരിച്ചു എന്ന് വിശ്വസിക്കുക. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റ് എന്നെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ രഹസ്യമായി നിർത്തിയിരിക്കുന്നു. ആർക്കും കാണാം, ആർക്കും നോക്കാം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറെ ദൈവമില്ലല്ലോ. യെശയ്യാവ് പറയും, സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറെ ദൈവമില്ലല്ലോ. വേറെ ദൈവമില്ല. സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറെ ദൈവമില്ല. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക മാത്രം, വേറൊന്നും ചെയ്യണ്ട. അങ്ങനെ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ അത്ഭുത കൃപയാലും പിതാവായ ദൈവത്തിൻ്റെ നിസ്തുല സ്നേഹത്താലും കർത്താവായ യേശു ക്രിസ്തു ജയമുള്ള സ്ലീബായിൽ നേടിത്തന്ന വീണ്ടെടുപ്പിൻ്റെ ശക്തിയാലും നാം നീതിമാനായി തീരുകയാണ്. നീതിമാനായി ജനിച്ചില്ല. നാം ആരും നീതിമാന്മാരല്ല താനും. എന്നാൽ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. പ്രകൃതിയാൽ സ്വഭാവത്താൽ കോപത്തിൻ്റെ മക്കളായിരുന്നു, ദൈവകോപത്തിൻ്റെ മക്കളായിരുന്നു. അന്ന് നാം ഇസ്രായേൽ പദ്ധതിയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. അന്ന് നാം ദൈവമില്ലാത്തവരുമായിരുന്നു. നാം അന്ന് ആത്മാവിൽ മരിച്ചു കിടന്ന കാലത്ത്, പാപത്തിൻ്റെ അടിമകളായിരുന്ന കാലത്ത് ഇസ്രായേൽ പദ്ധതിയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എല്ലാവരെയും പോലെ സ്വഭാവത്താൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ പാവങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. 2:12. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, ആ പഴയ കാലത്ത് വെച്ചാൽ പാപത്തിൽ മരിച്ചു കിടന്ന കാലത്ത്, ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്ന കാലത്ത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. സ്തോത്രം. വലിയ ശക്തിയേറിയ വാക്യമാണ്. അക്കാലത്ത് വചനത്തിൻ്റെ ശക്തി നോക്കണം. നാം പാപത്തിൽ ജീവിച്ചിരുന്ന കാലത്ത്, പാപത്തിൻ്റെ അടിമകളായിരുന്ന കാലത്ത്, പിശാചിൻ്റെ കൈകളിൽ കളിപ്പാവിയായിരുന്ന കാലത്ത്, സാത്താൻ നമ്മെ പന്താടിയിരുന്ന കാലത്ത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, ക്രിസ്തുവില്ല, പള്ളിയുണ്ട്, മതമുണ്ട്, സഭയുണ്ട്, സമുദായമുണ്ട്, ആരാധനയുണ്ട്, കൂദാശയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കൂടാതെയുള്ള ക്രിസ്തുവില്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, ഇസ്രായേലാകുന്ന പരിശുദ്ധ മണവാട്ടി സഭയോട് സംബന്ധമില്ലാത്തവരും, ശരീരത്തിൻ്റെ അംഗങ്ങളായില്ല, ശരീരത്തിൻ്റെ അവയവങ്ങളായില്ല, സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായില്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും. വാഗ്ദത്തം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് ആ വാഗ്ദത്തം ഇല്ല. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ പാപത്തിൽ മരിച്ചു കിടന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോട് ഇരുത്തുകയും ചെയ്തു.
നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടിയായി, ക്രിസ്തുവിനോട് ഇരുത്തി. അങ്ങനെ നാം ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവരായി, നീതീകരണം പ്രാപിച്ചവരായി, നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചവരായി, നീതികെട്ടവരാണെങ്കിൽ പോലും നീതിമാൻ എന്ന ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരായി, തിരക്തത്താലുള്ള ആ മുദ്ര പ്രാപിച്ചവരായി നാം നിൽക്കുമ്പോൾ, അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. സ്തോത്രം. നിങ്ങൾക്ക് കണ്ട് മനസ്സിലായ കാര്യങ്ങൾ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നാം ഇനിയും നമ്മുടെ സ്വഭാവം മാറ്റുക, ഇനിയും സ്വഭാവം മാറ്റുക. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, നിരാശപ്പെടരുത്. എന്തെല്ലാം തിരുത്താനുണ്ട്, എന്തെല്ലാം. ചില ആളുകൾ ചോദിക്കും, എനിക്ക് എന്തുകൊണ്ടാണ്, എൻ്റെ പാവം കൊണ്ടാണോ വന്നത് എനിക്കറിയാൻ പാടില്ല, എൻ്റെ പാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പ്രത്യേകിച്ച് എനിക്ക് പാവം എന്നുള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തിൻ്റെ പ്രവൃത്തിയല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്താകുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് നിങ്ങൾ, എന്താണ് നിങ്ങൾ, എന്ത് ചെയ്യുന്നുള്ളതിനല്ല പ്രാധാന്യം, നിങ്ങളെന്ത് പറയുന്നുള്ളതിനല്ല പ്രാധാന്യം. ചെയ്യുന്നതിലും പറയുന്നതിലും പാവം വരുന്നില്ല, മദ്യപിക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല, ചീത്ത പ്രവൃത്തികൾക്ക് പോകുന്നില്ല, പണം അന്യായമായി ചെലവഴിക്കുന്നില്ല, അന്യായമായി സമ്പാദിക്കുന്നില്ല. കൊള്ളാം, മാന്യമായൊരു ജീവിതം. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള പാവത്തിൻ്റെ പ്രവൃത്തികളോ പാവത്തിൻ്റെ വാക്കുകളോ വരുന്നില്ല. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ്, വാട്ട് യു ആർ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്റ്റഫ്, നിങ്ങളുടെ ആളത്വം എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ നേച്ചർ എന്താണ്, നിങ്ങളുടെ പ്രകൃതി എന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്. ഇങ്ങനെ നാം എന്താണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടത്. അങ്ങനെ നാം പാവമില്ലാത്തവരായി, പാപത്തെ അറപ്പോടെ വെറുപ്പോടെ കാണുന്നവരാണെങ്കിൽ, അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന തരും. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്രം. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഫലിക്കുന്നതിന് വേണ്ടത് വ്യക്തമായിട്ടും പാവം വിട്ട് നിൽക്കുക, പാവം മാറുക, പാവം ഇല്ലാതെ നിൽക്കുക. ഇനി നിങ്ങളൊന്ന് ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് പകർത്താൻ നോക്കൂ. ജീവിതത്തിൽ മനസ്സറിഞ്ഞൊരു പാവം വരില്ല. എന്തൊക്കെ ലാഭം കിട്ടുമെന്ന് വന്നാലും ശരി, പാപത്തിന് എന്നെ കിട്ടുകയില്ല. എന്തെല്ലാം ഭൗതികമായ മേന്മകൾ കിട്ടുമെന്ന് പറഞ്ഞാലും ശരി, എന്നെ പാവം തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആരെല്ലാം എന്നെ വെറുത്താലും ശരി, പാവം തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. എനിക്ക് എന്തെല്ലാം ഉപദ്രവങ്ങൾ നേരിട്ടാലും ശരി, പാവം എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെയൊരു ഫേം ഡിസിഷൻ നിങ്ങൾക്കുണ്ടോ? ഉറപ്പേറിയ നിർണയം നിങ്ങൾക്കുണ്ടോ? എന്ത് വന്നാലും ശരി, എന്നെ ഒരു പാപത്തിന് കിട്ടുകയില്ല, പിശാചിനെ തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തമായ ദൃഢമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. സംശയിക്കേണ്ട, ആർക്കും ജയിക്കാം. അതിന് പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ഗ്രേസ് ഒന്നും വേണ്ട. എല്ലാവർക്കും ഉണ്ട് ആ ഗ്രേസ്, എല്ലാവർക്കും കൃപ തന്നിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ളതായ ഒരു നൽവരം വേണ്ട, എല്ലാവർക്കും തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാവത്തോടുള്ള അറപ്പ്, പാവത്തോടുള്ള വെറുപ്പ്, നമ്മുടെ ആ അകത്തെ മനുഷ്യന് പാവത്തോടുള്ള വെറുപ്പും അറപ്പും വരണം. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അടുത്ത വാക്യം എന്താണ്? നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണ്. ശരിയായി പ്രാർത്ഥിക്ക് മറുപടി കിട്ടിയ ഒരു വ്യക്തി, എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് ഏലിയാവ്. പഴയ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഏലിയാവിനെക്കുറിച്ച് പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ഒരു ദൈവവൈതൽ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. അതെന്താണ് അങ്ങനെ? നാട്ടിൽ മഴ പെയ്യുന്ന വല്ല ദോഷമുണ്ടോ? എന്താ അങ്ങനെ പ്രാർത്ഥിച്ചത്? ഏലിയാവ് പ്രാർത്ഥിക്കും, മഴ പെയ്യരുത്. ദേശം വരണ്ട് പോവുകയല്ലേ, വരണ്ട് ഉണങ്ങിപ്പോവുകയല്ലേ, ഭൂമിയെല്ലാം വിണ്ട് കയറുകയല്ലേ. നമുക്കറിയാം, ഈ ഒരു ഉഷ്ണം വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി മഴ പെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വേണ്ട, ഒരു മാസം മഴ പെയ്യാതിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളക്കരയിലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അത്ര വലിയ കടുത്ത ഉഷ്ണമാവില്ലേ? എന്തൊരു ഉഷ്ണസഞ്ചാരമായിരിക്കും. എന്നാൽ 3.5 വർഷം ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്യരുത്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല. 3.5 വർഷം. എന്തൊരു ഭയാനകമായ ശിക്ഷയാണ് വരുന്നത്. ഏലിയാവ് ഈ ശിക്ഷ വരേണ്ടതിന് പ്രാർത്ഥിച്ചു.
എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഒരു സ്നേഹമില്ലാത്ത മനുഷ്യനാണ്. ആ മനുഷ്യരെക്കുറിച്ചൊരു കരുതലില്ലാത്ത ആളാണ്. ഒരു വാത്സല്യമില്ലാത്ത മനുഷ്യനാണ്. മഴ എന്തോരം ആളുകൾ കഷ്ടപ്പെടുക, പട്ടിണി മരണങ്ങളുണ്ടാകും, എത്രയോ മൃഗങ്ങൾ ചത്തു വീഴും. എന്തായിരിക്കും സ്ഥിതി? ഈ സൂര്യാഘാതം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ളതായ വലിയ വലിയ കെടുതികൾ വന്നു വരും. എത്രയോ പാവപ്പെട്ടവരുടെ സമ്പത്ത് അങ്ങ് നഷ്ടപ്പെടും, വെള്ളമില്ലാതെയാകും, കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ലാതെയാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഏലിയാവ് പ്രാർത്ഥിക്കുന്നു, മഴ പെയ്യരുത്. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മർമ്മം ഇവിടെ കാണാം. നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം വരുന്നത് നന്മയ്ക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കെടുതികൾ വരുന്നത് നാം ദൈവത്തിങ്കലേക്ക് മനം തിരിയേണ്ടതിനാണ്. ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. സത്യദൈവാരാധന മുടങ്ങിപ്പോയ ദേശത്ത്, വിഗ്രഹാരാധന വളർന്നു പോയൊരു സ്ഥലത്ത് ആ വിഗ്രഹാരാധനയെ കടപുഴക്കി എറിയുവാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്യരുതേ എന്ന്. വിഗ്രഹാരാധനയുടെ പിന്നാലെ പോകുന്ന ബഹുജന സഞ്ചയത്തെ അവതിൽ നിന്ന് മാറ്റിയെടുത്ത് സത്യദൈവ ആരാധനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏലിയാവിൻ്റെ യത്നമായിരുന്നത് സത്യദൈവ ആരാധനയിലേക്ക് വരുത്തുവാൻ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കൂ, നമ്മുടെ ജീവിതത്തിൽ ചില കെടുതികൾ വരുന്നു, ചില ദുരിതങ്ങൾ വരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ നല്ല സുഖലോലുപമായ സാഹചര്യത്തിൽ ജീവിച്ച കുട്ടികൾ, അവർക്ക് പ്രാർത്ഥിക്കണമെന്നില്ല, അവർക്ക് വേദപുസ്തകം വായിക്കണമെന്നില്ല, അവർക്ക് ദൈവാശ്രയമില്ല. എന്നാൽ കുറച്ച് ഞെരുക്കത്തിലും കഷ്ടപ്പാടുള്ള കുട്ടികളോ, അവർ കുത്തിയിരുന്ന് പഠിക്കുന്നു, കഷ്ടപ്പെടുന്നു, അവർ വായിക്കുന്നു, അവർക്ക് എങ്ങനെയും പഠിച്ച് കയറണം. മറ്റേ എല്ലാം അപ്പന് നല്ല സമ്പത്തുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല സമ്പത്തുണ്ട്, അല്ലെങ്കിൽ നല്ല ചുറ്റുപാടുണ്ട്, ഞാൻ എന്തിനാണ് പഠിക്കുന്നേ? നോക്കൂ, ഉഴപ്പിപ്പോകുന്ന പല കുട്ടികളും സുഖലോലുപമായ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നവരാണ്, സുഭിക്ഷതയിൽ വളർന്നവരാണ്. അത് ദോഷമാണ്. ഇതെൻ്റെ ആവശ്യമെന്ന് കുട്ടികൾക്ക് തോന്നുന്നില്ല. എനിക്ക് പഠിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യം. അപ്പൻ എത്ര സ്വത്തുണ്ടെങ്കിലും അമ്മയ്ക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ ഞാൻ അവതാളത്തിലായി പോകും. ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്കാണ് ദോഷം. ആർക്കെല്ലാം എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആത്യന്തികമായി ഞാൻ നിസ്സഹായനായി പോകും എന്ന് ചിന്തിക്കത്തക്കുള്ളതായ ബുദ്ധി പല ചെറുപ്പക്കാർക്കും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് അവർ റാഗ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവർ പഠിക്കാതെ ഉഴപ്പി നടക്കുന്നത്, അതുകൊണ്ട് ക്ലാസ്സിൽ കയറാതെ നടക്കുന്നത്, അതുകൊണ്ടാണ് അവർ മദ്യവും കഞ്ചാവും ഒക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. എല്ലാറ്റിൻ്റെ പിന്നിൽ അവർക്ക് ഒരു ക്ഷാമമില്ല. ക്ഷാമം ഉണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കും. ക്ഷാമം ഉണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ നോക്കിയോളൂ, ഈ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കെടുതിയോ പ്രയാസമോ ദുഃഖമോ ദുരിതമോ യാതനയോ വേദനയോ ഉള്ളവർ ദൈവത്തെ വിളിച്ചു പോകും. ദൈവമേ നീ എന്നെ സഹായിക്കണമേ വിളിച്ചു പോകും. ഇന്ന് നമ്മെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നമുക്കറിയാം, നാം ഇന്ന് കർത്താവിനോട് പറ്റി നിൽക്കുന്നൊരു കൃപയാണ്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നൊരു കൃപയാണ്, മഹാഭാഗ്യമാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്നൊരു ഭാഗ്യമാണ്. നമുക്ക് ഇന്ന് ഈ വചനം കിട്ടുന്നൊരു ഭാഗ്യമാണ്, വചനം കേൾക്കാൻ ഇടയാകുന്ന ഭാഗ്യമാണ്, നാം ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നൊരു ഭാഗ്യമാണ്. കാരണം അനേകം മാന്യന്മാർ കടന്നു വരാത്ത സ്ഥലമാണിത്. അനേകർക്ക് കടന്നു വരാൻ തോന്നുന്നില്ല. നാട്ടിലെ പ്രമാണിമാർക്ക് ഒരു വിഷയമല്ല, പള്ളി പ്രമാണിമാർക്ക് ഈ കൂട്ടായ്മ ഒരു വിഷയമല്ല, വചനം കേൾക്കണമെന്ന് ആഗ്രഹമില്ല, വചനമാണെന്നവർക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ദൈവത്തിൻ്റെ ജീവൻ്റെ വചനമാണ് ഇവിടെ പ്രസ്താവിക്കുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. കാരണം അവർ സുഖലോലുപരാണ്, അവർക്കൊന്നിനും പഞ്ഞമില്ല, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നതാണ് ഏകദേശം പറയും. ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ ഞങ്ങൾക്ക് എന്തിനാ കുറവെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് എന്തിനാ കുറവ്? ലോകപ്രകാരം ഒന്നിനും കുറവില്ല. അതുകൊണ്ട് അവർക്ക് ദൈവം വേണ്ട. ഇന്ന് അനേകം ആളുകൾ, ചെറുപ്പക്കാർ മാത്രമല്ല, അനേകർ ദൈവവഴിയിൽ നിന്ന് മാറിപ്പോകുന്നതിന് കാരണം അവർക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ട്, ഭൗതികമായ എല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഔദ്യോഗിക നിലവാരമുണ്ട്, ഔദ്യോഗികമായ ഔന്നത്യമുണ്ട്, ധനവും മാനവും എല്ലാം ഉണ്ട്. ഈ ലോകത്ത് സ്ഥാനമാനങ്ങളുണ്ട്, ഈ ലോകത്ത് പേരും പെരുമയുമുണ്ട്, ഒന്നിനും കുറവില്ല. അതുകൊണ്ട് അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ചില വറുതികൾ വേണം. ചില വറുതികൾ നല്ലതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ നാം നിരാശപ്പെടുകയല്ല വേണ്ടത്. കർത്താവേ, ഇതിൽ നിനക്ക് നന്മയ്ക്കാക്കി വ്യാപരിപ്പിക്കാൻ സാധിക്കുമല്ലോ, നന്മയ്ക്കാക്കി തീർക്കാൻ നിനക്ക് സാധിക്കുമല്ലോ. ദൈവത്തോട് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ പ്രയാസങ്ങളോ കഷ്ടതകളോ നമുക്ക് നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തി തരും. ദൈവത്തിന് സ്തോത്രം. രോഗശൈലിയിൽ കിടക്കുമ്പോൾ നാം അയ്യം വിളിച്ചു പോകും. ഞാൻ അവസരത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെ ഒരു ക്യാൻസർ വാർഡിൽ പോയി.
നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു രോഗിയെ കാണാനാണ് പോയത്. അവിടെ ആ ക്യാൻസർ വാർഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും നിർജ്ജീവമായ മുഖങ്ങൾ, ബൈസ്റ്റാൻഡേഴ്സ് അവിടെ രോഗിയുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നിർജ്ജീവമായ മുഖങ്ങൾ, എല്ലാം നിരാശ കൊണ്ട മുഖങ്ങൾ, ആശയറ്റുള്ള മുഖങ്ങൾ. പിന്നെ ആ രോഗിയുടെ അടുക്കൽ ചെന്നപ്പോൾ രോഗിയുടെ ബന്ധപ്പെട്ടവരെല്ലാം ദുഃഖത്തോടെ നിൽക്കുന്നു. ആ രോഗിയും അവശനായി ഒന്നും മിണ്ടാനില്ലാതെ കിടക്കുന്നു. ഞങ്ങളെ അറിഞ്ഞു, ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു, പക്ഷേ നിരാശയിൽ അങ്ങ് ആണ്ടുപോയ ജീവിതം. ഇനി ആശയ്ക്ക് വകയില്ലല്ലോ. അനേകരിങ്ങനെ നിരാശയിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ആ നിരാശയിൽപ്പെട്ടു പോയ മനുഷ്യൻ ഇതെനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചാൽ നിത്യജീവൻ്റെ ഉറപ്പ് കിട്ടും. ഒന്നാമത് അതാണ് കിട്ടുന്നത്. സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടും, നിത്യജീവൻ്റെ ഉറപ്പ് കിട്ടും, നിത്യസ്വർഗത്തിൻ്റെ അവകാശം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? രോഗസൗഖ്യം വേണോ? നമ്മുടെ കർത്താവിന് തരാൻ കഴിയുമല്ലോ. അല്ല, പരീക്ഷ പാസ്സാകണോ? കർത്താവിന് തരാൻ കഴിയുമല്ലോ. അതല്ല, നമുക്ക് ജോലി വേണോ? അത് കർത്താവിന് തരാൻ കഴിയുമല്ലോ. സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അപ്പനായി തീർന്നാൽ അപ്പനോട് പറയാം, അപ്പ ഇതെനിക്ക് വേണമെന്ന് ചോദിക്കാം, പിടിച്ചു മേടിക്കാം. അപ്പൻ്റെ അടുക്കൽ വാശി പിടിച്ച് ചോദിക്കാം. അപ്പൻ്റെ മോനായി തീരണം, അപ്പൻ്റെ മോളായി തീരണം. കർത്താവേ എനിക്കൊരു വിവാഹം നടത്തി തരണം, നമുക്ക് ചോദിക്കാം. കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ തരണം, ചോദിക്കാം. കർത്താവേ എനിക്കൊരു ജോലി തരണം, ചോദിക്കാം. കർത്താവേ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം പോരാ, ഒരു പ്രൊമോഷൻ തരണം, ചോദിക്കാം. എല്ലാം ചോദിക്കാം, ഭൗതികമായ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആദ്യം വരേണ്ടത് എന്താണ്? നാം ദൈവത്തിൻ്റെ മകനായി തീരുക, ദൈവത്തിൻ്റെ മകളായി തീരുക. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ മകനാകാൻ? ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട് ക്രിസ്തുയേശു വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊള്ളുക, യേശുവിൽ വിശ്വസിക്കുക. ഇതാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. കർത്താവേ, ഇന്ന് മുതൽ എൻ്റെ നാഥ ഞാൻ ഉറയ്ക്കുന്നു, ഞാൻ ഉറപ്പാക്കുന്നു, വ്യക്തമായി ഞാൻ തീരുമാനിക്കുന്നു, ഏത് സാഹചര്യം വന്നാലും എൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടരുത്, സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടരുത്. ഇന്ന് ഞാൻ കടന്നുപോയാൽ എനിക്ക് ദൈവരാജ്യത്തിൽ പോകണം. കർത്താവെ, നിത്യത എൻ്റെ യേശുവിനോട് എനിക്ക് കഴിക്കണം. കർത്താവെ, അതിനായി ഇതിൻ്റെ തിരക്കത്തിന് മുദ്ര എനിക്ക് തരണം. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവ് കൈമാറൂ. എന്തിന് കൈകൾ വെച്ചുകൊണ്ടിരിക്കണം? എന്തിന് വെച്ചുകൊണ്ടിരിക്കണം? ഏതാനും നാളുകൾ കഴിഞ്ഞ് ഇത് അനന്തതയിലേക്ക് മാറാൻ പോകുന്ന ജീവിതമല്ലേ? ഏതാനും കാലം കഴിഞ്ഞ്, എത്ര കാലം? ചുരുങ്ങിയൊരു കാലം കഴിഞ്ഞ് അനന്തതയിലേക്ക് മാറും. അതുകൊണ്ട് ഇന്ന് കയ്യിൽ നിന്ന് മാറ്റിക്കളയുക. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി യേശുവിൻ്റെ കൈകളിലേക്ക് കൈമാറുക, കൊടുത്തേക്കുക, അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക, അങ്ങ് എറിഞ്ഞു കൊടുത്തേക്കുക. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. അവങ്കിലേക്ക് എറിഞ്ഞു കൊടുക്കുക, എറിഞ്ഞു കൊടുത്തേക്കുക. സ്തോത്രം. യേശുവിൻ്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ യേശു അത് ഏറ്റുവാങ്ങും, യേശു അനുഗ്രഹിക്കും, എല്ലാ നന്മകളിൽ കൂടെ നമ്മൾ നടത്തും. ഐശ്വര്യകരമായ സുശോഭനമായ ഭാവി നമുക്ക് ലഭിക്കും, നിത്യജീവൻ്റെ ഉറപ്പ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഭൗതികമായി നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. നിസ്സാരരായ ഞങ്ങളെ സന്ദർശിപ്പാൻ തിരുവൻസായതിനായി സ്തോത്രം. ഏറ്റവും ഹീനഭാവികളായി ഞങ്ങളോട് മനസ്സലിഞ്ഞതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ കരുണയിലും കൃപയും ഞങ്ങളെ ആശ്രയിക്കുന്നു. ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഭാരത്തോടെ വന്നവരുണ്ടല്ലോ, ദുഃഖത്തോടെ നിൽക്കുന്നവരുണ്ടല്ലോ, മനസ്സ് പിരിമുറുക്കം കൊണ്ട് വലയുന്നവരുണ്ടല്ലോ, നിരാശയിൽ തളർന്നു പോയവരുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പ്രിയൻ രണ്ടാമത്തെ വരവിൽ പറന്നുയർന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.